ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് ഇന്ന് നമ്മൾ ഒരു പ്രത്യേക ദിവസമാണ് കേട്ടോ. അപ്പോൾ വരണ അവിടെ നിന്ന് വീഡിയോ എടുക്കാം കേട്ടോ. വരുന്നുണ്ട്, സഞ്ജു ഉണ്ട്. ഹായ്. അപ്പോൾ ഗൈസ് ഇന്നൊരു പ്രത്യേക ദിവസമാണ്. അതായത് എന്താ പറയാ, നമ്മള് 40K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞ് 42 എത്ര കണ്ടാ പറയാ. നമ്മൾ വിചാരിച്ചില്ല ഇത്ര ആവുന്നത്. നമ്മുടെ ഇടക്കൊക്കെ വെച്ച് വീഡിയോ നിർത്തിയതായിരുന്നു കേട്ടോ. അതായത് 3K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ കംപ്ലീറ്റ് നിർത്തിയത്. നമ്മളെ കൊണ്ട് ശരിയാവില്ല, പറ്റൂല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ നിർത്തിയതാണ് ഈ സംഭവം. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് പിന്നെ കയറി വീഡിയോ ഒക്കെ ചെയ്ത് വന്നതാണ്. അപ്പൊ പിന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ടിന്റെയും എന്താ പറയാ, ഒരു സ്നേഹത്തിന്റെയും ഒക്കെ എന്താ പറയാ, നമ്മള് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫസ്റ്റ് റവന്യൂ എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. സത്യത്തിൽ എനിക്ക് കിട്ടുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വിചാരിച്ചാണ് നമ്മള്. അപ്പൊ നമ്മള് ചുമ്മാ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വീഡിയോ ഇട്ട് തുടങ്ങിയതാണ്. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ടിന്റെ ഒരു ഇതായിട്ട് നമുക്ക് ഒരു ഫസ്റ്റ് റവന്യൂ വന്നു. ആ റവന്യൂല് ഞാൻ ഒരു കാറ് വാങ്ങി, ഒരു RC കാർ വാങ്ങിയത്. അത് മൊത്തം പൈസ ഫുള്ള് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, കുറച്ച് എമൗണ്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇട്ടത്. കാരണം ഫുള്ള് ഇൻവെസ്റ്റ് ചെയ്ത വണ്ടി വാങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കാറ് വാങ്ങി. അപ്പൊ ആ കാറാണ് നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോണത്. പിന്നെ വേറെ 2-3 കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പൊ അത് ഞാൻ വീഡിയോയുടെ അവസാനമൊക്കെ ആയിട്ട് പറയാട്ടോ. അപ്പൊ നമുക്ക് വണ്ടി ഏതാന്ന് നോക്കിയാലോ, നോക്കാം ഗൈസ്. നമ്മള് വണ്ടി കാണാൻ പോവാണ്. നമ്മുടെ സ്കോർപ്പിയോ ഒക്കെ കൊടുത്തിട്ടോ ഗൈസ്. നമ്മളുടെ ഒരു ഒപ്റ്റർ എടുത്ത് വീലൊക്കെ ഇട്ട്, ഇതാണ് വണ്ടി. നമ്മുടെ ബാക്കിലാണ് വണ്ടി ഇരിക്കുന്നത്. അയ്യോ, നിങ്ങൾ എന്റെ റീല് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യണമെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഈ വണ്ടി. ഈ പോർഷയാണ് നമ്മൾ യൂട്യൂബിന്റെ റവന്യൂ വെച്ച് വാങ്ങിച്ചൊരു വണ്ടി. എന്നുവെച്ചാൽ ഫുൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, കുറച്ച് പൈസ. അതായത് നമ്മുടെ TRX സ്പോട്ട് ഇരിക്കുന്നുണ്ട്, ഓടിക്കാൻ കൊണ്ടുപോയതാണ്. പിന്നെ അതിന്റെ ബാക്കിൽ നമ്മുടെ മെയിൻ ഐറ്റം, മാരക ഐറ്റം, അവന്റെ ഒരു കഥയും കൂടെ പറയാനുണ്ട്, ലാസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി പുറത്തോട്ട് ഇറക്കാം. ഒരുപാട് പേര് ചോദിച്ചാണ് പോർഷെ gt3 കൊണ്ടുവന്നിട്ട് വീഡിയോ എടുക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചാണ്. അപ്പോൾ വീഡിയോ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി പുറത്തോട്ടെടുക്കാം. പുറത്തോട്ടെടുക്കാം വണ്ടി. ബോക്സൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട്. എന്താണ് നനഞ്ഞ് ഗൈസ്? ഇതാണ് ഇതിൻ്റെ റിമോട്ട്. പോർഷയുടെ റിമോട്ട് നമ്മൾ മാറ്റി സെപ്പറേറ്റ് സെറ്റ് ചെയ്ത്. പിന്നെ അതിൻ്റെ ഒപ്പം കിട്ടിയ മാനുവൽ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടത്. പിന്നെ ഇതേ ഒരു 6500 mAh ഓണിക്കിൻ്റെ ബോക്സ് ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചോ. ഇതാണ്, അതായത് ടാമിയയുടെ പോർഷെ 911 GT3 കപ്പ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതായത് ഈ വെർഷൻ എന്ന് പറഞ്ഞാൽ റേസിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പോർഷയാണ്. അതായത് ഇതിൻ്റെ വലിയൊരു വണ്ടി ശരിക്കും ഉണ്ട്, കാരണം ഭയങ്കര ഡീറ്റെയിലിങ്ങിലാണ് ഈ വണ്ടി വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിത് ബോക്സിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം. നൈസായിട്ട് വലിച്ച ഇതാണ്ടോ നമ്മുടെ ഐറ്റം. ഞാൻ വണ്ടി എടുക്കാണ്ട് ബോക്സ് മാറ്റി. വണ്ടി നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്തതാണ്, പക്ഷെ എന്നാലും പിന്നെ നിങ്ങൾ കാണിക്കുമ്പോൾ ഗൈസ് ഇതാണ്ടോ വണ്ടി. നമുക്ക് ഇവിടെ വെക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ പോർഷെ. അപ്പോൾ ഈ വണ്ടിയിൽ ഭയങ്കര ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ്. ആദ്യമായിട്ട് മെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് വരാൻ നേരത്തെ ഇതുണ്ടോ, ഹെഡ്ലൈറ്റ് എന്താണ് പറയുക, ബക്കറ്റ് ലൈറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. പിന്നെ ഫ്രണ്ട് മിഷലിൻ്റെ ഒക്കെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇതേ പോർഷയുടെ ഒക്കെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കുറേ സ്റ്റിക്കർ വർക്ക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുത്തൻ്റെ ഇവിടെ മറ്റേ ട്രിപ്പ് വന്ന് മൂടാണ്ടോ, അതെ മറ്റേ സ്വപ്നം കണ്ടോണ്ടിരിക്കടാ. അപ്പോൾ ബാക്ക് നമ്മുടെ ഇതിലോട്ട് വരാം. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഹെഡ്ലൈറ്റാണ് മെയിനായിട്ട് പറയാനുള്ളത്. ആ ഹെഡ്ലൈറ്റിൻ്റെ ഭംഗി കേട്ടോ, ഫ്രണ്ടിൽ നോക്കാൻ നേരത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, അതെ ഇവിടെ ഫ്രണ്ട് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ പറയണമെന്ന് വെച്ചാൽ അലോ വീലാണ്. ഇതിൻ്റെ വീൽസ് എന്ന് പറഞ്ഞാൽ BBSൻ്റെ പക്കാ റെപ്ലിക്ക ചെറിയ വീൽസാണ് വന്നേക്കുന്നത്. അതായത് ഇത് BBSൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിഷലിൻ്റെ ടയർ, അതായത് ഇത് മിഷലിൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഈ ടയറിനൊക്കെ തന്നെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ വീലാണ് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ ചുറ്റിനും വന്നിരിക്കുന്ന ചെറിയ നെറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് ഈ വീലിൽ പറയാനുള്ളത്.
പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സും പിന്നെ ഇത് സ്പോയിലേഴ്സ് ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഇത് ടെയിൽ ലാമ്പ് ഉണ്ട്. ഇത് ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ റെഡ് എത്തുള്ളൂ. പിന്നെ ബാക്ക് സൈഡിൽ മിഷലിൻ മൊബൈൽ 1 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് ശരിക്കും റിയൽ ഒരു റേസ് കാറിൽ, അതായത് നിങ്ങൾ പോർഷെ 911 GT3 കപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റേസ് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി കാണാൻ പറ്റും. ഒരു വൈറ്റ് വണ്ടി സെയിം സെറ്റപ്പിൽ ഓടുന്നുണ്ട് ട്രാക്കിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ പുറത്തുനിന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. മെയിനായിട്ട് സ്റ്റിക്കേഴ്സ് വർക്ക്. പിന്നെ നമ്മളിത് പതിയെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു, പക്ഷേ അത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഈ സ്റ്റിക്കേഴ്സ് വർക്ക് തന്നെയാണ് നല്ലത്. പിന്നെ ഞാൻ ഇതിൻ്റെ അതേ ചാസിലോട്ട് കാണിച്ചു തരാം. അതായത് ടാമിയുടെ ചാസി നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നത്. കാരണം ടാമിയുടെ കാർ ഇതുവരെ ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ ടാമിയുടെ എൻ്റെ അമ്മേ ഏത് കാറാണെങ്കിലും പിന്നൊക്കെ കണക്കാണ് കൈസ് വലിച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചേസി കാണിച്ചു തരാം. ഇതിന് സെപ്പറേറ്റ് ലൈറ്റ് കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ലൈറ്റ് സെറ്റപ്പ്. ഇതിൽ നിന്നാണ് എല്ലാ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടൊക്കെ ലൈറ്റ് പോയിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഓണാക്കി കാണിച്ചിട്ട്. അപ്പോൾ ഇതാണ് ടാമിയുടെ ചേസി എന്ന് പറഞ്ഞാൽ. ഒരു ബ്രഷ്ഡ് മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബ്രഷ്ഡ് ESC 2S ESC, പിന്നെ സെർവോ, പിന്നെ അതിൻ്റെ ടയേഴ്സ് ഉണ്ടോ, റോഡ് ടയേഴ്സാണ്. അത്യാവശ്യം മറ്റേ ഗ്രിപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ സെറ്റപ്പല്ല, റോഡ് ടയേഴ്സാണ്. പിന്നെ ഫ്രണ്ടിൽ ഇത്രയും അതായത് സാധാരണ ഒരു കാറിൻ്റെ ഒക്കെ ഈ ലെവലൊക്കെ വരാറുള്ളൂ, പക്ഷേ ഇത്രയും നീട്ടിട്ടുണ്ട്. കാരണം പോർഷയുടെ കുറച്ച് ഫ്രണ്ട് ലെങ്ത്താണ്. അപ്പോൾ അത് കാരണം ഇടിച്ച് കഴിഞ്ഞാൽ അധികം ബോഡിക്ക് പണി കിട്ടാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട് ഈ സ്പോഞ്ച്. ഓക്കെ, ഇത് പിന്നെ ബാറ്ററി ഇടുന്ന സ്ലോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഇതിൻ്റെ ചേസിനെ പറ്റി പറയാനുള്ളത്. സസ്പെൻഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇത് ഭയങ്കര സ്മൂത്ത് സസ്പെൻഷനാണ്. നമുക്കൊന്ന് ഹാർഡാക്കേണ്ടി വരും മിക്കവാറും. ഓക്കെ, അപ്പോൾ ഇനി വണ്ടി നമുക്ക് ഇനി ഓടിക്കാം. കാരണം എല്ലാവരും അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുക അല്ലേ. നമ്മുടെ കഥയും കാര്യങ്ങളൊന്നും ആർക്കും കേൾക്കണ്ട. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാട്ടെ. ഇനി ഞാൻ ബാറ്ററിക്ക് എടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്, ബാറ്ററിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലൈറ്റ് കണക്ട് ചെയ്യാട്ടോ. അതായത് ഈ കണക്ഷൻ നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കണം. ആണേ, പിന്നെ എങ്ങനെയായിരുന്നു പ്രസ് ചെയ്ത് ഓക്കെ, നമുക്ക് ഓണാക്കട്ടെ. ലൈവ് ഫ്രണ്ട് കാണിച്ച് ലൈറ്റ് കത്താണ് നമ്മുടെ. യെസ്, കത്തി ഉണ്ടോ, ലൈറ്റൊക്കെ കത്തി കഴിച്ച്. ബാക്ക് കാണിച്ച് ടെയിൽ ലാമ്പ്. യെസ്, കത്തി ലൈറ്റൊക്കെ കത്തി. അതിന് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അപ്പോൾ പിന്നൊക്കെ ഇട്ട് വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. താഴത്തേക്ക് ഇനി മുകളിൽ ഡിക്കി നേരത്തെ ചാടിയാല. ഗൈസ്, നമുക്ക് വണ്ടി റിമോട്ട് ഓൺ ആക്കാം കേട്ടോ. അത് റിമോട്ട് ഓണായി, പച്ച കത്തി. നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു വിശാലമായ റോഡുണ്ട്, നമ്മൾ ഇവിടെയാണ് ഓടിക്കാൻ പോണത്. ഓക്കെ, ഇത് 2S വണ്ടി ആയതുകൊണ്ട് നമ്മൾ അപ്ഗ്രേഡേഷൻ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് പവർ കുറച്ച് കുറവായിരിക്കും. പവർ കുറഞ്ഞ വണ്ടികൾക്ക് പവർ കുറവായിരിക്കും. ബ്രേക്കൊക്കെ സെറ്റാണ് കേട്ടോ. ഗൈസ്, നമ്മുടെ വണ്ടി ഓടണേ കാണാൻ നല്ല രസമാട്ടോ. ഭയങ്കര സ്മൂത്താണ്. ഇപ്പം മറ്റുള്ള വണ്ടിനേക്കാളും ബഹളോ കാര്യങ്ങളൊന്നുമില്ല.
നമ്മുടെ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്, അതായത് ബ്രഷ്ലെസ്സിലോട്ട് ആക്കാനുണ്ട്. ഇപ്പോൾ ബ്രഷിൻ്റെ ഇതായതുകൊണ്ട് ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സ്പീഡ്, ഇതാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കേട്ടോ. പിടിച്ചാൽ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. ഇതിപ്പോൾ ബ്രഷ്ഡാണ്, 2S ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര സ്പീഡുള്ളൂ ഇപ്പോൾ ഇതിന്. ഒരു 40 കിലോമീറ്റർ മാക്സിമം ഉണ്ടോ. ഈ സ്പീഡ് മതി ശരിക്കും, പക്ഷെ നമ്മൾ കുറച്ചും കൂടി സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാം. വണ്ടി മാറൊക്കെ ലുക്കാണ് കേട്ടോ. വണ്ടി വീല് ഷോക്കിങ് ഇരുന്ന് കാണുമ്പോഴത്തേക്ക് അകത്തേക്ക് കയറി പോകണം കേട്ടോ. അപ്പോൾ അത്രയും ഭയങ്കര സെറ്റപ്പിൽ ഉണ്ടാക്കിയേക്കുന്നത്. വീല് ഇങ്ങനെ അകത്തോട്ട് കയറിപ്പോണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ മാറണം എന്തായാലും, കുറച്ചുകൂടി ഹാർഡാക്കണം. ഡീറ്റെയിലിംഗ് ആണ് ഒരു രക്ഷയില്ലാത്തത്. അതായത് നമ്മളൊരു വീഡിയോ ചെയ്യാൻ നേരത്തെ ഒരു റിയൽ പോർഷയുടെ പോലെ തന്നെയൊക്കെ എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യും. മാരക ലുക്കാണ് വണ്ടി. റൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ലെറ്ററിങ് കിടന്ന് കറങ്ങുന്നുണ്ട്. അടിപൊളിയല്ലേ ഗൈസ്? നിങ്ങൾ ഈ വണ്ടീനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിതിൻ വന്നിട്ടുണ്ട്. ഇവൻ്റെ ഒരു ചാനൽ ഉണ്ട്. നിൻ്റെ ചാനലിൻ്റെ പേര് പറ. നീ മാസ്ക് വരി. നിതിൻ NTC. ഇവൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എഡിറ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പൊക്കെ ചെയ്ത് ഇവൻ്റെ ചാനലൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിതിൻ NTC എന്നാണ് ഇവൻ്റെ ചാനലിൻ്റെ പേര്. കയറി നോക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും കേട്ടോ. എങ്ങനെയുണ്ടോ വണ്ടി പോർഷെ കണ്ടിട്ട്? അടിപൊളി. സഞ്ജു വണ്ടി എങ്ങനെയുണ്ട്? വണ്ടിയൊന്നും പറയാനില്ല. ശരിക്കും വണ്ടി വരെ ഉണ്ടല്ലേ ക്യാമറയിൽ കാണുമ്പോൾ. ഓ സീൻ അടിപൊളി. ഗൈസ് ആൾക്കാരെ കൂടിട്ടോ. ഗൈസ് നമുക്കിനി പതിയെ മോൺസ്റ്റർ ട്രക്ക് എടുക്കാം. കുറേ നാളെ ഓടിച്ചിട്ട് അപ്പോൾ മോൺസ്റ്റർ ട്രക്കിൻ്റെ ഇന്നത്തെ ദിവസം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി വാങ്ങിച്ചിട്ട് എൻ്റെ കൈ കിട്ടിയിട്ട് കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി കിട്ടിയിട്ട്. അതാണ് മോൺസ്റ്റർ ട്രക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ചുമ്മാ ഇറക്കിയതാണ് ആളെ ഓടിക്കാനായിട്ട്. കുറേ നാളെ ഓടിച്ചിട്ട് ആളങ്ങ് അറ്റം വരെ പോയി തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ ഇത് വരുന്ന കാണുമ്പോൾ പേടിയൊക്കെ ആവട്ടോ. അയ്യോ ബാക്ക് പൊങ്ങി നൈസായിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ 2-3 ഞാൻ യൂട്യൂബ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതെടുത്ത് കണ്ടാൽ മതി കേട്ടോ. ആള് വേറെ ലെവലാണ്, റയർ വണ്ണാണ്. ഒന്നും പറയാനില്ല, ഇവനെക്കുറിച്ച് പറയാനൊന്നും തന്നെ ഇല്ല. ഓ ഗൈസ് ബാറ്ററി ലോ വാണിംഗ് കാണിക്കുന്നുണ്ട് കേട്ടോ. പണിയാണ്. ലോ വാണിംഗ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓടിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം ലാഗ് വരും സ്റ്റിയറിങ് തിരിയാനും ആക്സിലേഷനൊക്കെ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിലൊക്കെ. ഇത്രയൊന്നും വിചാരിച്ചില്ല നമ്മൾ 3K നിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്. എൻ്റെ മെയിൻ ആളാണ്ടത്. ഞാൻ ഈ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വീട്ടിൽ വരാൻ നേരത്ത് വന്ന വഴി കറണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വണ്ടിയിൽ എപ്പോഴും ഇത് കൊണ്ടുപോകും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ് ഉണ്ടോ, ഈ ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, നൈസായിട്ട് വീട്ടിലോട്ട് വരാം. എനിക്ക് അങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റിൽ വന്ന് പറയുന്നുണ്ടായി നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളെന്തോരം ഇഷ്ടപ്പെടണമെന്ന് നമുക്കറിയാം. അപ്പോൾ
ഒരു പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാശ് ഇത്രയും കാശ് ഇതിലോട്ട് ചിലവാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ്. അപ്പോൾ പുള്ളിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചേട്ടന് കാശ് കൂട്ടി വെച്ചിട്ടാണ് ചേട്ടൻ്റെ സന്തോഷമെങ്കിൽ ചേട്ടൻ അങ്ങനെ സന്തോഷിക്കാം. എൻ്റെ ഹാപ്പിനെസ് ഇതൊക്കെ തന്നെയാണ്. നീ കാശ് കൂട്ടി വെച്ച് സന്തോഷിക്കുന്ന ആളാണോ? കാശ് കുറച്ച് അധികം കിട്ടിയ നീ സന്തോഷിക്കോ? ഇപ്പോൾ അങ്ങനെ കാശുണ്ടെങ്കിൽ ഒരു ബൈക്ക് മേടിക്കാം, ബൈക്ക് മേടിച്ചോ, അത് അവരുടെ സന്തോഷമെങ്കിൽ അത് അവർ അങ്ങനെ ആവട്ടെ. കാരണം നമ്മുടെ ഹാപ്പിനെസ് ഇതാണ്. അപ്പോൾ നമ്മൾ അതിലൂടെയൊക്കെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്തണം. പൈസ കൂട്ടി വെച്ച് നമ്മളങ്ങനെ സന്തോഷിക്കാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഏണിങ്സ്, ആ ഹാപ്പിനെസ് ആണ് എൻ്റെ ഏണിങ്സ്. ഇനിയും ഓരോ ആർസിക്കാറുകൾ മേടിക്കും, അതൊക്കെ തന്നെ. പൈസ കൂട്ടി വെച്ചിട്ട് ഒരുപാടൊന്നും കിട്ടാനില്ല. അപ്പോൾ കഴിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. ദൈവന്റെ ചാനലൊക്കെ കയറി നോക്കിയേക്കാം. ഒന്നൊരു പറയുടെ പേര് നിതിൻ NTC. ഓക്കെ സഞ്ജു, കഴിഞ്ഞ മറ്റേ പ്ലേസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പോർഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കിട്ടിയില്ല ഐറ്റമാണ്. നിങ്ങളുടെ സപ്പോർട്ടിന്, നിങ്ങളുടെ ഒരു പകുതി സപ്പോർട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ എന്താ, നമുക്കിനി അടുത്ത ആർച്ചയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാവരും നിങ്ങൾ കമൻറ്റിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.